ക്യാമറ സൗണ്ട് ഇങ്ങനെ Good afternoon. Good afternoon, Miss. കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ശിലകള് മേഘങ്ങളൊക്കെ പഠിച്ചോ? ബൈഹാർട്ട് ചെയ്തോ? ശിലകള് മേഘങ്ങള് പഠിച്ചു. കിട്ടുന്നുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത് കേട്ടോ. ഒന്ന് തമ്പ് ചെയ്യാ. ശിലകള് മേഘങ്ങളൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഇനി എടുക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ക്ലാസ്സില് ഇന്ത്യ കാർഷിക കാലങ്ങളാണ് കേട്ടോ. ഇന്ത്യ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ജോഗ്രഫിയിൽ വരുന്നുണ്ട്, അതുകൂടാതെ എക്കണോമിക്സിലും വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യ കാർഷിക കാലങ്ങൾ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ കാർഷിക കാലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിനോടനുബന്ധിച്ച് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ കൃഷിക്കായിട്ടുള്ള ഭൂമിയുള്ള രാജ്യം ഏതാ? ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യാം. ഇന്ത്യയാണോ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള രാജ്യം? ചൈനയാണോ? അല്ല, ചൈനയല്ല കേട്ടോ, ചൈനയല്ല. കാർഷികോൽപാദനത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ചൈനയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ കൃഷിക്കായിട്ട് ഭൂമിയുള്ളത്, കൃഷിഭൂമി ഉള്ളത് അമേരിക്കയ്ക്കാണ് കേട്ടോ. അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉള്ളത്. ഓക്കെ. ഇനി അമേരിക്ക കഴിഞ്ഞാല് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ളത് ഏതായിരിക്കും? അത് അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരൻ? അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ, ഇന്ത്യ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം, ഇന്ത്യയുടെ കാർഷിക കാലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള രാജ്യം ചോദിച്ചാല് അത് അമേരിക്കയാണ്. അമേരിക്ക കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇനി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? നമ്മുടെ ഏതാ? ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലം അല്ലെ? കാർഷിക മേഖലയുടെ നട്ടെല്ല്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, പഠിച്ചു വന്നതാണ് അല്ലെ? അപ്പോ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് ഉത്തരമഹാസമതലമാണ്. ഉത്തരമഹാസമതലത്തിലെ മെജോറിറ്റി ആളുകളും എന്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്? കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. ഓക്കെ. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ കൃഷി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു മേഖലയല്ല.
ഓക്കെ, അത് തൃതീയ മേഖലയാണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അതിനകത്ത് പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് കൃഷി. പ്രാഥമിക മേഖലയിലെ ജോലിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ചെയ്യുന്നത്. പക്ഷെ തൃതീയ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഇന്ത്യക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ബാങ്കിങ് സെക്ടർ എടുത്താലും ഇൻഷുറൻസ് സെക്ടർ എടുത്താലും ഒക്കെ എന്ത് തന്നെയാണ്? തൃതീയ മേഖലയാണ് അല്ലെ, ടെർഷറി സെക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പൊ അന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമ്മളൊരു പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 60% കൃഷിഭൂമിയാണ്. അതായത് ടോട്ടൽ ഇന്ത്യയുടെ ടോട്ടൽ ഒരു ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 60% എന്താണ്? കൃഷിഭൂമിയാണ് കേട്ടോ. 60% കൃഷിഭൂമിയാണ്. ഓക്കെ, അപ്പോ 4 പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള രാജ്യം അമേരിക്കയാണ്. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉള്ളത് ഇന്ത്യക്കാണ്. കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇനി ഇന്ത്യയിൽ ആകെ ഭൂവിസ്തൃതിയുടെ 60% കൃഷിഭൂമിയാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും 3 പ്രധാന കൃഷിക്കാലങ്ങളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എപ്പോഴും ഖാരിഫ് അല്ലെ, റാബി, സെയ്ദ് 3 പ്രധാന കൃഷിക്കാലങ്ങളാണ്. 1 ഖാരിഫ്, 2 റാബി, 3 സെയ്ദ്. ഒന്നും കൂടി പറയാൻ കേട്ടോ. ഖാരിഫ്, റാബി, സെയ്ദ്. അപ്പൊ അതിനകത്ത് ആദ്യത്തേതാണ് ഖാരിഫ് എന്ന് പറയുന്നത്. ഖാരിഫ് കൃഷി രീതി നമുക്ക് നോക്കാം. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഖാരിഫ് എന്ന് പറയുന്നത് അറബി പദമാണ് കേട്ടോ. ഖാരിഫ് എന്ന് പറഞ്ഞാല് അത് ഏത് പദമാണ്? അപ്പൊ നമുക്കറിയാലോ, ഗ്രീക്ക് പദമുണ്ട്, അതുപോലെ തന്നെ പല പല വേർഡ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് വരുന്നതാണ് ഖാരിഫ് എന്ന് പറയുന്നത് ഒരു അറബി പദമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശരത് കാലം എന്നാണ് കേട്ടോ. ഇതിന്റെ മീനിങ് വരുന്നത്, ഖാരിഫിന്റെ മീനിങ് ആയിട്ട് വരുന്നത് ശരത് കാലം. ഓക്കെ, അപ്പൊ ഖാരിഫ് എന്ന് പറയുന്നത് അറബി പദമാണ്. ആ അറബി പദത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ശരത് കാലം എന്നാണ്. ഓക്കെ, ഇനി ഖാരിഫിനെ നമുക്ക് വേറൊരു പേരും കൂടി വിളിക്കാം, മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്ന വിളകൾ ഏതാണെന്ന് ചോദിച്ചാല് അത് ചിലപ്പോ ഓപ്ഷനിൽ ഉണ്ടാവും. മൺസൂൺ വിളകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല് ഖാരിഫ് ഉണ്ടാവും, റാബി ഉണ്ടാവും, സെയ്ദ് ഉണ്ടാവും, ഇതൊന്നും അല്ലാന്നുണ്ടാവും. അപ്പൊ ഏതാണ് നിങ്ങൾ ആൻസർ എഴുതുക? ഖാരിഫ് വിളകള് അല്ല, വിളകള് ഖാരിഫ്. ഓക്കെ, അപ്പോ മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നത് ഖാരിഫാണ്. വാക്കിന്റെ അർത്ഥം എന്താണ് ഖാരിഫിന്റെ? ശരത്കാലം. ശരത്കാലം എന്നാണ് അർത്ഥം വരിക. ഓക്കെ, ഈ മൺസൂൺ വിളകളിന് ഇതിന് പേരുണ്ട് അല്ലെ. എന്തുകൊണ്ടായിരിക്കും ഇതിനെ മൺസൂൺ വിളകൾ എന്ന് വിളിക്കാൻ കാരണം? മഴക്കാലത്ത് കൃഷി ചെയ്യുന്നതിന്. മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന അല്ലെ. അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ തുടക്കകാലത്ത് കൃഷി ഇറക്കുകയും പിൻവാങ്ങൽ സമയത്ത് വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക രീതിയാണ് ഖാരിഫ് കൃഷിക്കാലം. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ നമ്മൾ 2 പേരുകളിൽ വിളിക്കുമല്ലോ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേട്ടോ. തെക്ക് പറയുമ്പോ തന്നെ കാലൻ അല്ലെ, കാലവർഷം. ഞാൻ അന്നൊരു ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തെക്ക് പടിഞ്ഞാറെന്ന് പറയുമ്പോ തന്നെ കാലവർഷമാണ്. ഇടവപ്പാതി എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ തുടക്കകാലത്ത്, അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വരുമ്പോ തന്നെ എന്താണ്, ആ ഒരു സമയത്ത് കൃഷി ഇറക്കുകയും, കൃഷി എന്താണ്, അതായത് കൃഷി ഇറക്കുകയും പിൻവാങ്ങൽ സമയത്ത്, അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പോയി കഴിഞ്ഞതിന് ശേഷം വിളവെടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കൃഷി ഇറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് പാകുക. ഓക്കെ, കൃഷി ഇറക്കുക എന്ന് പറഞ്ഞാല് വിത്ത് പാകുക. വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിളഞ്ഞ സാധനം കൊയ്തെടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ഈ ഒരു മൺസൂൺ വിളകൾ ഇതിനെ വിശേഷിപ്പിക്കാൻ കാരണം. ഒന്നുകൂടി പറയാട്ടോ ഞാൻ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ തുടക്കകാലത്ത് കൃഷി ഇറക്കുകയും പിൻവാങ്ങൽ സമയത്ത് വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക രീതിയാണ്
ഖാരിഫ് കൃഷിക്കാലം. അപ്പൊ എപ്പോഴായിരിക്കും വിത്ത് വിതയ്ക്കുന്ന എപ്പോഴായിരിക്കും? ഏത് സമയത്തായിരിക്കും ഖാരിഫിന്റെ? ഏത് മാസമായിരിക്കും? ജൂൺ മാസത്തിലായിരിക്കും അല്ലെ? ജൂൺ മാസത്തില് വിത്ത് വിതയ്ക്കും. ഓക്കെ, ഇനി വിളവെടുക്കുന്നതോ? മൺസൂണിന്റെ എപ്പോഴാ? സെപ്റ്റംബർ ഒക്ടോബർ കേട്ടോ. സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ഇതിലാ വരിക കേട്ടോ. വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. അപ്പോ ഖാരിഫ് വിളകളുടെ കൃഷിക്കാലം എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ, ഓക്കെ, അല്ലെങ്കിൽ ഒക്ടോബർ ആ ഒരു പീരീഡിലാണ് ഈ ഒരു കൃഷിക്കാലം എന്ന് പറയുന്നത് കേട്ടോ ഖാരിഫിന്റെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. ദെൻ പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ആ ഒരു പീരീഡ് ഓഫ് ടൈം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഏത് സമയത്താണ് മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ശരത്കാലം എന്നാണ് ഇതിന്റെ അർത്ഥം. തെക്കു പടിഞ്ഞാറൻ കാലത്ത് വിത്ത് പാകുകയും പിന്നീട് അതിന്റെ പിന്മാറ്റൽ സമയത്ത് വിളവെടുക്കുകയും ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? ഖാരിഫ് കൃഷിക്കാലത്ത് ഏതൊക്കെ വിളകളാണ് അതിന്റെ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് നെല്ല്. ഓക്കെ, പ്രധാനപ്പെട്ട ഖാരിഫ് വിളയിൽപ്പെടുന്ന ഒന്നാണ് നെല്ല്. എള്ള്, ചോളം, അതുപോലെ തന്നെ ചണം. ഓക്കെ, അപ്പൊ 4 എണ്ണമാണ് ഞാനിപ്പോ പറഞ്ഞ കേട്ടോ. നെല്ല്, എള്ള്, ചോളം, ചണം. ഓക്കെ, ഒന്നും കൂടി പറയാം. ഖാരിഫ് വിളകളാണ് പറയുന്നത് നെല്ല്, എള്ള്, ചോളം, ചണം. 4 എണ്ണം പഠിച്ചോ? ഒരാളൊന്ന് പറഞ്ഞ 4 എണ്ണം ഒന്ന്. നെല്ല്, എള്ള്, ചോളം, ചണം. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ വരുന്നുണ്ട്. ജോവർ, ബജ്റ, റാഗി. ജോവർ, ബജ്റ, റാഗി. 3 എണ്ണം പറഞ്ഞു ഞാനിപ്പോ. ഒരു പ്രത്യേക വിഭാഗമാക്കിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞു കേട്ടോ അത്. ഇപ്പോ നെല്ല്, എള്ള്, ചോളം, ചണം, ജോവർ, ബജ്റ, റാഗി. ഇപ്പൊ എത്ര എണ്ണമായി മൊത്തം? 7. എണ്ണം പറഞ്ഞല്ലേ? ഒന്നും കൂടി പറയാനട്ടോ. നെല്ല്, എള്ള്, ചോളം, ചണം, ജോവർ, ബജ്റ, റാഗി. തീർന്നിട്ടില്ല കേട്ടോ. ഇനിയുണ്ട് കരിമ്പ്, നിലക്കടല, പരുത്തി. ഓക്കെ, കരിമ്പ്, നിലക്കടല, പരുത്തി. ഇതൊക്കെ എന്ത് വിളകളാണ്? ഇതൊക്കെ ഖാരിഫ് വിളകളാണ് കേട്ടോ. ഒന്നും കൂടി പറയണം ആദ്യം തൊട്ട് അവസാനം വരെ. നെല്ല്, എള്ള്, ചോളം, ചണം, ബജ്റ, ജോവർ, റാഗി, കരിമ്പ്, നിലക്കടല, പരുത്തി. മൊത്തം എത്ര എണ്ണം പറഞ്ഞു ഞാനിപ്പോ? എത്ര എണ്ണം പറഞ്ഞു? 10 എണ്ണം. ഒരാളൊന്ന് പറഞ്ഞേ. വേഗം പറയാട്ടോ. നെല്ല്, എള്ള്, ചോളം, ചണം, ജോവർ, ബജ്റ, റാഗി, കരിമ്പ്, നിലക്കടല, പരുത്തി. ദിവ്യ ഒന്ന് പറഞ്ഞേ. ദിവ്യ പ്രതീക്ഷ ഒന്ന് പറഞ്ഞേ. നെല്ല്, എള്ള്, ചോളം, ചണം, ജോവർ, ബജ്റ, റാഗി, കരിമ്പ്, നിലക്കടല, പരുത്തി. എന്ത് വിളകളാണിത്? മാറിപ്പോരുത്. റാബിയാണോ ഖാരിഫാണോ? ഖാരിഫ്. സുരഭി എന്ന് പറഞ്ഞേ മോളെ. സുരഭി. നെല്ല്, എള്ള്, ചോളം, ചണം, ജോവർ, ബജ്റ, റാഗി, കരിമ്പ്, നിലക്കടല, പരുത്തി. പഠിച്ചോ? ഓക്കെ, അപ്പൊ ഇത്രയുമാണെന്ത് നമുക്ക് ഖാരിഫിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. 10 എണ്ണം പ്രധാനപ്പെട്ട 10 ഖാരിഫ് വിളകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നെല്ല്, എള്ള്, ചോളം, ചണം, ജോവർ, ബജ്റ, റാഗി, കരിമ്പ്, നിലക്കടല, പരുത്തി. ഓക്കെ, ഇനി ഈ ചോളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് റാബി കൃഷിക്കാലത്ത് എന്ത് ചെയ്യാം? അത് കൃഷി ചെയ്യാം കേട്ടോ. ചോളം എന്ന് പറയുന്നത് റാബിയുടെ ആ ഒരു കൃഷിക്കാലം ഉണ്ടല്ലോ, ആ സമയത്തും ചോളത്തിന് കൃഷി ചെയ്യാം. ചോളം കൃഷി നടത്താറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഏത് വിളയാണ്? ഇനി ഖാരിഫ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് റാബി. റാബി. ഇനി അപ്പൊ റാബിയാണ് ഇനി നോക്കുന്നത്. റാബി എന്നതും ഒരു അറബി പദം തന്നെയാണ്. അപ്പൊ ഖാരിഫ് ഒരു അറബി പദമാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? റാബി എന്ന് പറയുന്നതും ഒരു അറബി പദമാണ്. ഖാരിഫിന്റെ മീനിങ് എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? ശരത്കാല വിളകൾ അല്ലെ? ഓക്കെ, എന്നാല് റാബിയുടെ വാക്കിനർത്ഥം
ശൈത്യകാലം എന്നാണ് കേട്ടോ. ശൈത്യകാലം എന്നാണ് റാബിയുടെ അർത്ഥം എന്ന് പറയുന്നത്. ശൈത്യകാലം എന്നാണ്. ശൈത്യകാല വിളകൾ എന്നറിയപ്പെടുന്നു. ശൈത്യകാല വിളകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? റാബിയാണ്. ഓക്കെ, മനസ്സിലായോ? ശരത്കാല വിളകൾ ഏതാണ്? അല്ലെങ്കിൽ ശരത്കാലം എന്ന അർത്ഥം വരുന്ന വിള ഏതാണ്? ഖാരിഫ്. ശൈത്യകാലം അർത്ഥം വരുന്ന വിള ഏതാണ്? റാബി. ഓക്കെ, ശൈത്യകാല വിളകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഏത് സമയത്തായിരിക്കും ഇതിന്റെ ഒരു കൃഷി ഉണ്ടാവുക? ശൈത്യകാലം നവംബർ, ഏത് ഡിസംബർ, സമയത്താണ്? ഡിസംബർ. തണുപ്പ് കാലത്താണ്. ഓക്കെ, തണുപ്പ് കാലത്താണ് റാബി വിളകള് കൃഷി ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് ശൈത്യകാല വിളകൾ. ശൈത്യം എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നല്ല അർത്ഥം. അപ്പോ ഈ ഒരു കൃഷി നടത്തുന്നത് തണുപ്പ് കാലത്താണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു മന്ത് വരുന്നത്, മാസം വരുന്നത് ഒക്ടോബറിൽ എന്ത് ചെയ്യുന്നു? വിളവിറക്കുന്നു. വിത്ത് പാകുന്നത് എപ്പോഴാ? ഒക്ടോബറിലാണ്. ഓക്കെ, ഒക്ടോബറില് വിളവിറക്കുന്നു. മാർച്ച് മാസത്തില് വിളവെടുക്കുന്നു. ഓക്കെ, അപ്പൊ ഒക്ടോബറിലാണ് വിളവിറക്കുന്നത്. മാർച്ച് മാസത്തിൽ എന്ത് ചെയ്യുന്നു? വിളവെടുക്കുന്നു. അപ്പൊ ഒക്ടോബർ, മാർച്ച് കേട്ടോ. ആ ഒരു സമയത്താണ് എന്ത് കൃഷി വരുന്നത്? റാബിയുടെ കൃഷി വരുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട റാബി വിളകൾ എന്തൊക്കെയാണ്. ഓക്കെ, നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട റാബി വിളകളായിട്ട് വരിക? ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, പുകയില, പുകയില, കടുക്. ഓക്കെ, അപ്പോ ഗോതമ്പുണ്ട്, അതുപോലെ തന്നെ പുകയില, പയറുവർഗ്ഗങ്ങള്, കടുക്, അതുകൂടാതെ ബാർലി, ഓട്സ്. ഓക്കെ, ഇത്രയുമാണ് എന്തിൽ വരുന്നത്? ഈ ഒരു റാബിയുടെ വിളകളിൽ വരുന്നത് കേട്ടോ. ഒന്നും കൂടി പറയാം. ഗോതമ്പ്, അതുപോലെ തന്നെ പുകയില, പയറുവർഗ്ഗങ്ങള്, കടുക്, ബാർലി, ഓട്സ്. ഓക്കെ, ആദ്യം വരുന്നത് റാബി എന്ന് കേട്ടാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഗോതമ്പ് എന്നാണ് കേട്ടോ. റാബി, ഗോതമ്പ്. ബാക്കിയൊക്കെ നമുക്ക് കിട്ടിക്കോളും. ഗോതമ്പ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, കിട്ടിക്കോളും. ഗോതമ്പ്, ഈ നെല്ലും ഗോതമ്പൊക്കെ തമ്മിലാണ് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. ഏതൊക്കെയാണ് അത്? ഖാരിഫാണോ അത് റാബി ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരുന്നത്. ടേബിളിലൊക്കെ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ടാനൊന്നുമില്ല. ഓക്കെ, അപ്പോ റാബി എന്താണ്? റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, പയറുവർഗ്ഗങ്ങള്, കടുക്, ബാർലി, ഓട്സ്. പഠിച്ചോ? ഒന്നും കൂടി പറയണ്ടോ ഞാൻ? ഗോതമ്പ്, പുകയില, പയറുവർഗ്ഗങ്ങള്, കടുക്, ബാർലി, ഓട്സ്. ഒരാളെന്ന് പറഞ്ഞേ. ഗോതമ്പ്, കടുക്, പുകയില, ബാർലി, പയറുവർഗ്ഗങ്ങൾ, ഓട്സ്. ദിവ്യ എന്ന് പറഞ്ഞേ. ദിവ്യ. ഗോതമ്പ്, പുകയില, പയറുവർഗ്ഗങ്ങൾ, കടുക്, ഫ്രൂട്ട്സ്. ബാർലി, ഓട്സ്. ഇതാണ് റാബി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വിളകൾ ഏതാണ്? അടുത്ത വിള സെയ്ദ് വിളകൾ അല്ലേ? സെയ്ദ് വിളകള് എന്താണ്? അപ്പൊ ഓരോന്നിനും ഓരോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഖാരിഫിന്റെ പറഞ്ഞപ്പോൾ ജൂൺ മാസം തുടങ്ങി ആ ഒരു ഒക്ടോബർ വരെയാണ് എന്ത് വരുന്നത്? ആ ഒരു ഖാരിഫിന്റെ കാലം വരുന്നത് അല്ലെ. ഇനി റാബി നമ്മൾ പറയുമ്പോൾ ഒക്ടോബർ തുടങ്ങി മാർച്ച് വരെയാണ് ആ ഒരു ഓർഡർ വരുന്നത് അതിന്റെ. അപ്പൊ സെയ്ദ് എപ്പോ തുടങ്ങിയായിരിക്കും വരിക? മാർച്ച് മുതൽ ജൂൺ വരെ. മാർച്ച് തുടങ്ങി ജൂൺ വരെ കേട്ടോ. അപ്പൊ ഒരു വർഷം മൊത്തം എന്തുണ്ട്? ഒരു വർഷത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ് അല്ലെ. 12 മാസം ഉണ്ട് ഒരു വർഷത്തില്. ആ ഒരു 12 മാസത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ആദ്യം നമുക്ക് നോക്കേണ്ടത് ഖാരിഫാണ്. അതിന്റെ ആ ഒരു കാലം നോക്കുമ്പോൾ ജൂൺ ടു സെപ്റ്റംബർ, ഒക്ടോബർ ആണ് വരിക. ഇനി അടുത്തത് റാബി ആണ്. ഒക്ടോബർ ടു മാർച്ച് ആണ് വരിക. നെക്സ്റ്റ് സയ്ദ് ആണ്. സയ്ദ് വരുമ്പോൾ മാർച്ച് ടു ജൂൺ ആണ് വരിക. അപ്പോ ആ ഒരു കൊല്ലത്തെ എന്ത് ചെയ്തിരിക്കുന്നു? 3 കാർഷിക കാലങ്ങളായിട്ട് തരം തിരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സയ്ദ് വിളകള് എപ്പൊ തുടങ്ങിയാണ്? മാർച്ച് ടു ജൂൺ മാസങ്ങളിലാണ് ഇതിന്റെ കൃഷിക്കാലം വരിക. ഓക്കെ,
വേനൽക്കാല വിളകൾ എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാ വേനൽക്കാലത്താണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും ഈ കൃഷി ഉള്ളത് അല്ലെ? അത് ഈ കഠിനമായിട്ടുള്ള ചൂടുള്ള സമയത്താണ് ഈ കൃഷി കൂടുതലായിട്ടും ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ വേനൽക്കാല വിളകൾ എന്നറിയപ്പെടുന്നു. സെയ്ത് വിളകൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും? സെയ്ത് വിളകളാണെങ്കിൽ പച്ചക്കറി, പഴങ്ങളും പച്ചക്കറികളൊക്കെ. ഓക്കെ, പഴങ്ങളും പച്ചക്കറികളും ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തണ്ണിമത്തൻ. തണ്ണിമത്തൻ അതെന്താണ് ആ ഒരു വേനൽക്കാല വിളക്ക് ഉദാഹരണമാണ്. പിന്നെ നമ്മുടെ പാവല്, മത്തങ്ങ, പടവലം അങ്ങനെയുള്ള പച്ചക്കറികൾ കൂടുതലും, അത് പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ടും വരുന്നതും ഈ ഒരു മാർച്ച് ടു ജൂൺ മാസത്തിലാണ് ഈ ഒരു കൃഷി നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഖാരിഫ് പഠിച്ചു, റാബി പഠിച്ചു, സെയ്ദ് പഠിച്ചു. സെയ്ദ് എളുപ്പമാണ് അല്ലെ? സെയ്ദ് അങ്ങനെ നമുക്ക് പ്രശ്നം ഉണ്ടാവാറില്ല, കാരണം നമുക്കറിയാം അത് പഴങ്ങളും പച്ചക്കറികളും മാത്രമാണ്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നത് ഖാരിഫ്, റാബി, അതാണ് കൂടുതലായിട്ട് കൺഫ്യൂഷൻ വരിക കേട്ടോ. ഓക്കെ, ഇപ്പൊ 3 കൃഷിക്കാലങ്ങളും പഠിച്ചോ? കിട്ടിയോ? കിട്ടിയല്ലേ? നെക്സ്റ്റ് അടുത്തത് വരുന്നത് ഇനിയും ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിള ഏതാണ്? ഭക്ഷ്യവിള നെല്ലാണ് അല്ലെ? ഭക്ഷ്യവിള ഇന്ത്യയിൽ ഒരെണ്ണം ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം നെല്ലാണ് കേട്ടോ. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഭക്ഷ്യവിള എന്ന് ചോദിച്ചാല് നെല്ലാണ്. ഭക്ഷ്യവിള എന്ന് പറഞ്ഞാല് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് എന്ത് പറയുന്നത്? ഭക്ഷ്യവിള എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ് നെല്ല്. നെല്ലിന്റെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാ? ചൈന. ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന. ഇനി 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണെങ്കിലോ അതേതാ? 2-ാം സ്ഥാനത്ത് ഇന്ത്യ. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ്. ഓക്കെ, ഇനി അടുത്തത് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഒഡീഷ. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഒരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലെ? 5 ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചു? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ് നെല്ല്. നെല്ലിന്റെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇനി കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്, ഒഡീഷ. ഇനി ലോക നെല്ല് ഗവേഷണ കേന്ദ്രം മനില, ഫിലിപ്പൈൻസ്. മനില, ഫിലിപ്പൈൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്, ഒഡീഷയാണെങ്കിൽ ലോക നെല്ല് ഗവേഷണ കേന്ദ്രം മനില, ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് നെല്ലെന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ വിളയാണ് കേട്ടോ. ഉഷ്ണമേഖലാ വിളയാണെന്ത്? നെല്ല് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉള്ളത്. പശ്ചിമ ബംഗാളിനെ കൂടാതെ ഉത്തർപ്രദേശ്, പഞ്ചാബ്, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ നെൽകൃഷി വ്യാപകമായി ഉണ്ട്. ഓക്കെ, അപ്പോ ഏറ്റവും കൂടുതലുള്ളത് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അത് പശ്ചിമ ബംഗാളാണ്. പക്ഷെ പശ്ചിമ ബംഗാളിനെ കൂടാതെ ഉത്തർപ്രദേശ്, പഞ്ചാബ്, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ എന്തുണ്ട്? വ്യാപകമായിട്ടും നെൽകൃഷി നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ നെൽ കൃഷിയുള്ള അല്ലെങ്കിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. നമുക്കൊക്കെ അരി വരുന്നത് എവിടെ നിന്നാ? ആന്ധ്രയിൽ നിന്നാണ് നമുക്കൊക്കെ അരി വരുന്നത് അല്ലെ? അവരുടെ അരിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഓക്കെ, നമ്മള് കൃഷി ചെയ്തുണ്ടാക്കുന്ന അല്ല കൂടുതൽ കഴിക്കുന്നത്. ആന്ധ്രയിൽ നിന്നാണ് കൂടുതലും. തമിഴ്നാട്ടിൽ നിന്നും വരാറുണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ആന്ധ്രയിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ഇനി നെല്ലിന്റെ ഇതാണ് ഞാൻ പറയുന്നത്.
25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് ആവശ്യമാണ് നെൽകൃഷിക്ക് കേട്ടോ. അപ്പോ നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? 25 ഡിഗ്രി സെൽഷ്യസിന് മുകളില് ചൂട് വേണം, താപനില ഉണ്ടായിരിക്കണം. പിന്നെ ജലം അത്യാവശ്യമാണ്. നെൽകൃഷിക്ക് എന്താ അത്യാവശ്യമാണ്? ജലം അത്യാവശ്യമാണ്. 100 സെന്റിമീറ്റർ കൂടുതൽ മഴയും ലഭിക്കണം. അപ്പൊ 2 ഫാക്ട് ഞാൻ ഇവിടെ പറഞ്ഞു പ്രധാനപ്പെട്ട. ഒന്ന് താപനിലയാണ്, ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താപനില എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ മഴയും ലഭിച്ചിരിക്കണം. അപ്പൊ 100 ഡിഗ്രി എന്താ പറയാ, അല്ല 100 സെന്റിമീറ്റർ കൂടുതൽ എന്ത് ലഭിച്ചിരിക്കണം? മഴ ലഭിച്ചിരിക്കണം. ഇനി ഉഷ്ണമേഖല, ഞാൻ പറഞ്ഞു ഉഷ്ണമേഖലാ വിളയാണെന്ന് പറഞ്ഞു അല്ലെ. അതെന്തുകൊണ്ടാ പറയുന്നത്? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈർപ്പമുള്ള സ്ഥലത്താണ് നെൽകൃഷി നടക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളില് ഈർപ്പമുള്ള സ്ഥലത്താണ് എന്ത് നടക്കുന്നത്? നെൽകൃഷി നടക്കുന്നത്. ഇനി നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഓക്കെ, ഇപ്പൊ 2-3 പോയിന്റ് ഞാനിവിടെ പറഞ്ഞു. എന്താണ്? നെല്ല് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. വെസ്റ്റ് ബംഗാളിനെ കൂടാതെ ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നെൽകൃഷിയുടെ ഒരു ടെമ്പറേച്ചർ, താപനില വരുന്നത് 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അതിന് ചൂട് ആവശ്യമാണ്. കൂടാതെ 100 സെന്റിമീറ്ററിന് കൂടുതൽ മഴയും ലഭിച്ചിരിക്കണം. അപ്പൊ ഓർത്തിരിക്കുക കേട്ടോ, 25 ഡിഗ്രി 100 സെന്റിമീറ്റർ. എന്തിന്? നെൽകൃഷിക്ക് കേട്ടോ. 25 ഡിഗ്രി സെൽഷ്യസ് ചൂടും 100 സെന്റിമീറ്റർ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളില് ഈർപ്പമുള്ള സ്ഥലത്താണ് നെൽകൃഷി നടക്കുന്നത്. ഇനി നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിന് ഏതാണ്? മണ്ണിനം എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നെല്ലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഒന്ന് പറഞ്ഞ ഒരാള് നൗസി ഒന്ന് പറഞ്ഞ മോളെ, താപനില ഒന്ന് പറഞ്ഞ എത്രയാണ്? എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് നെല്ലിന് വേണ്ടത്? 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. മഴയാണെങ്കിലോ? 100 സെന്റിമീറ്ററിന് മുകളിൽ. ഓക്കെ, then അടുത്തത് ഗോതമ്പാണ്. നെല്ല് കഴിഞ്ഞാല് രണ്ടാമത്തെ മുഖ്യ ഭക്ഷ്യവിളയാണ് ഗോതമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവിള ഗോതമ്പാണ്. ഉൽപാദനത്തില് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത് കേട്ടോ. നെല്ല് കഴിഞ്ഞാൽ ഉൽപാദനത്തിൽ എന്താണ്? 2ാം സ്ഥാനത്ത് ഗോതമ്പിനാണ്. ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇവിടങ്ങളിൽ എന്തില്ല? ഗോതമ്പ് കൃഷിയില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗോതമ്പ് കൃഷി ചെയ്യാറില്ല. ഓക്കെ, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രധാനമായും ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് എന്ത് കൃഷി നടത്തുന്നത്? ഗോതമ്പ് കൃഷി നടത്തുന്നത് കേട്ടോ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഓക്കെ, ഒന്നുകൂടി പറയാം. ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഓർത്താൽ മതി, നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. പഞ്ചാബും ഹരിയാനയും എന്താ പറയാ, അതൊക്കെ ഒഴിച്ചുകൂടാനാവാത്തതാണ് അല്ലെ. അവരൊക്കെ കൂടുതലും ഗോതമ്പ് ഭക്ഷണമാണ് കഴിക്കുന്നത്, പഞ്ചാബുകാരും ഹരിയാനക്കാരും ഒക്കെ. അതുകൂടാതെ ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്. 2 പ്രദേശങ്ങളും വരുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ത് കൃഷി നടക്കുന്നത്? ഗോതമ്പ് കൃഷി നടക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യവിള ഏതാണ്? ഗോതമ്പ്. ഗോതമ്പ്. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യവിള ഗോതമ്പാണ്. അപ്പൊ അതിനൊരു ഇയർ എന്ന് പറയുന്നത് 1965-നും 1975-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ്. ഹരിത വിപ്ലവത്തിന്റെ 1ാം
കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കിയ ഭക്ഷ്യവിള ഗോതമ്പാണ്. ഇനി രണ്ടാം ഘട്ടത്തിലാണെങ്കിലോ, ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ ഭക്ഷ്യവിള ഏതാ? നെല്ലാണ്. ഷിജിൻ വർഗീസ് കമന്റ് ചെയ്തു റൈസ്. നെല്ലാണ് രണ്ടാം ഘട്ടത്തില്. അപ്പൊ ഒന്നാം ഘട്ടം എന്ന് പ്രത്യേകം എടുത്തു ചോദിക്കുകയാണെങ്കിൽ അത് ഗോതമ്പാണ്. അതെല്ലാവർക്കും അറിയാം ഗോതമ്പാണ്. എന്നാൽ രണ്ടാം ഘട്ടം, ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ ഭക്ഷ്യവിള ചോദിക്കുകയാണെങ്കിൽ അത് നെല്ലാണ്. 1975 തുടങ്ങി 1985 വരെ. ഓക്കെ, ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് 1965 to 75. രണ്ടാം ഘട്ടം വരുമ്പോൾ 75 to 85. ഓക്കെ, നെല്ല് എന്ത് തരം വിളയാണെന്നാണ് ഞാൻ പറഞ്ഞത്? ഏത് പ്രദേശത്തും എങ്ങനെയാ പറഞ്ഞത്? ഉഷ്ണമേഖലാ വിളയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. നെല്ലെന്ന് പറയുന്നത് ഉഷ്ണമേഖലാ വിളയാണ്. അപ്പൊ ഗോതമ്പ് എന്ന് പറയുന്നത് ശൈത്യകാല വിള. ഓക്കെ, ശൈത്യകാല വിളയാണെന്ത്? ഗോതമ്പ് എന്ന് പറയുന്നത്. മിതോഷ്ണ മേഖലാ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നു. അതാണ് തണുപ്പ് ഇത്രയും കൂടി ഉള്ള സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടി എന്ത് ചെയ്യുന്നത്, ഇത് കുറച്ച് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. മിതോഷ്ണ മേഖല പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് എന്ത്? നെല്ലാണെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശത്താണ്. എന്നാൽ ഗോതമ്പ് വരുമ്പോൾ മിതോഷ്ണ മേഖലാ പ്രദേശത്താണ് കൃഷി ചെയ്യുക. ഇനി ഇതിന്റെ ഊഷ്മാവാണ് പറയാൻ പോകുന്നത്. 10 ഡിഗ്രി സെൽഷ്യസിനും 25 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കുള്ള ഊഷ്മാവ്. നമ്മൾ നേരത്തെ നെല്ലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25 ഡിഗ്രി സെൽഷ്യസിന് അല്ലെ, 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിട്ട് താപനില ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. എന്നാൽ ഗോതമ്പിന് എത്ര മതി? 10 ഡിഗ്രിക്കും 10 ഡിഗ്രി സെൽഷ്യസിനും 25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് എന്ത് വരുന്നത്, ഗോതമ്പിന്റെ ആ ഒരു താപനില. അത് കൃഷി ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ വേണ്ടത് കേട്ടോ, 10നും 25നും ഇടയ്ക്ക്. ദെൻ മഴ എന്ന് പറയുന്നത് 75 സെന്റിമീറ്റർ മഴ മാത്രം മതി. 75 സെന്റിമീറ്റർ ആണ് ഗോതമ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മഴയുടെ അളവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നെല്ലിനേക്കാളും എന്താണ്, കുറവാണ് വേണ്ടത്. നെല്ലിനാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് വേണ്ടത്. ടെമ്പറേച്ചർ ആയാലും മഴയായാലും ഗോതമ്പിന് എന്ത് വേണ്ട, അത്രയും വേണ്ട. അപ്പൊ നെല്ലിന്റെ എത്രയായിരുന്നു ഞാൻ പറഞ്ഞത്? നെല്ലിന്റെ 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ മഴ, 100 സെന്റിമീറ്റർ കൂടുതൽ മഴ, 25 ഡിഗ്രി സെൽഷ്യസിന് കൂടുതൽ താപനില. ഗോതമ്പിന്റെ എത്രയാണ് പറഞ്ഞത് ഇപ്പൊ? 25 സെന്റിമീറ്റർ മഴ. 10 to 25 ഇടയിലായിരിക്കണം താപനില വരുന്നത്. അതുപോലെ 75 സെന്റിമീറ്റർ മഴ മാത്രം എന്തിനു മതി? ഗോതമ്പിന് മതി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചോളമാണ് കേട്ടോ. ഓക്കെ, ചോളമാണ്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഒരുപോലെ കൃഷി ചെയ്യുന്ന വിളയാണിത് ചോളം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ഖാരിഫ് വിള, ഖാരിഫ് വിളയുടെ കൂട്ടത്തിലാണ് വരുന്നത്. എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, റാബി കൃഷിക്കാലത്തും ഈ ഒരു ചോളം എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഒരുപോലെ കൃഷി ചെയ്യുന്ന വിളയാണിത് ചോളം എന്ന് പറയുന്നത്. ഇനി കാലിത്തീറ്റ നിർമ്മാണത്തിനായി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ചോളം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മള്? അത് കാലിത്തീറ്റ നിർമ്മാണത്തിനാണ് ചോളം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ, കാലിത്തീറ്റ നിർമ്മാണത്തിന്. ഇനി ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അറിയില്ലേ ആർക്കും? മധ്യപ്രദേശ്. നമ്മുടെ കർണാടകയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്നത്. കർണാടകയിലാണ്. ഓക്കെ, കർണാടകയിലാണ് ചോളം ഉൽപ്പാദിപ്പിക്കുന്നത്. കർണാടകയ്ക്ക് പല പ്രത്യേകതകളുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നു, പിന്നെ ചന്ദനമുണ്ട്, അതുപോലെ തന്നെ സ്വർണം, പട്ട്, ഇപ്പൊ ഒരെണ്ണം കൂടി ഉണ്ട് ചോളം. ഓക്കെ, ഇതൊക്കെ കർണാടകയുടെ മാത്രം പ്രത്യേകതകളാണ്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ്. കാപ്പി പറഞ്ഞു ഞാൻ, ചന്ദനം പറഞ്ഞു, സ്വർണം പറഞ്ഞു,
അതുകൂടാതെ പട്ട് പറഞ്ഞു, ഇത് ചോളം കൂടി ഉണ്ട്. ഓക്കെ, ഇനി ചോളത്തിന്റെ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ചോളത്തിന്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ടും വരുന്നത്. ഇനി ചോളത്തിൽ നിന്നും തരം തിരിച്ചെടുക്കുന്ന ഭക്ഷ്യ എണ്ണ, അത് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ. അതിന്റെ പേരെന്താ? ചോളത്തിൽ നിന്നും തരം തിരിച്ചെടുക്കുന്ന ഒരു എണ്ണയുണ്ട്, അതിന്റെ പേരാണ് മാർഗറിൻ കേട്ടോ. മാർഗറിൻ എന്നാണ് അതിന്റെ പേര് വരുന്നത്. ചോളത്തിൽ നിന്നും തരം തിരിച്ചെടുക്കുന്ന ഭക്ഷ്യ എണ്ണയാണത് മാർഗറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം, ഒന്ന് ഷോർട്ടായിട്ട്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളയാണ് ചോളം. കാലിത്തീറ്റ നിർമ്മാണത്തിനാണ് ചോളം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഈ ചോളത്തിന്റെ ഉൽപാദനക്ഷമതയ്ക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കൂടുതലും നല്ലത്. ഇനി ചോളത്തിൽ നിന്നും തരംതിരിച്ചെടുക്കുന്ന ഭക്ഷ്യ എണ്ണയാണെന്ത്? മാർഗറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും എടുത്തത് ക്ലിയർ ആണോ? നമുക്കൊരു കുഞ്ഞു ടോപ്പിക് കൂടി ഇതിനകത്ത് വരുന്നത് തിനവിളകൾ കേട്ടോ. തിനവിളകൾ ഏതൊക്കെയാ വരുന്നത്? തിനവിളകളിൽ വരുന്നത് എന്തൊക്കെയാ? തിനവിളകള് തിനവിളകൾ കേട്ടിട്ടില്ല? റാഗി, ആ ജോവർ, ബജ്ര, റാഗി. ആ ജോവറ്, ബജ്റ, റാഗി, ചാമ കേട്ടോ. ജോവർ ഉണ്ട്, ബജ്റയുണ്ട്, റാഗി ഉണ്ട്, ചാമയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട തിനവിളകൾ എന്ന് പറയുന്നത്. മില്ലറ്റ് എന്ന് പറയൂ കേട്ടോ, മില്ലറ്റ് എന്നാ പറയാം. കൂടാതെ ചെറുധാന്യങ്ങൾ അല്ലെ, ചെറുധാന്യങ്ങൾ എന്ന് കൂടി എന്ത് പറയും? തിനവിളകളെ പറയാറുണ്ട്. കാരണം എന്താ? തീരെ ചെറുതാണല്ലേ ഇത്, കാണാനായിട്ടുള്ള ഒരു രൂപം, അതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ കാണുമ്പോൾ തീരെ കുഞ്ഞിതായിരിക്കും ഈ ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ജോവർ ആയാലും ബജ്റയായാലും റാഗി ആയാലും ചാമയായാലും ഇതിനെ പറയുന്നത് ചെറുധാന്യങ്ങൾ എന്നാണ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ധാന്യങ്ങളാണെന്ത്? തിനവിളകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ നെല്ലിനേക്കാളും ഗോതമ്പിനേക്കാളും ഒക്കെ മുമ്പേ തന്നെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഈ ഒരു തിനവിളകളെ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ ഫുഡ്, പവർ ഹൗസ് എന്ന് പറയുന്നു. ഓക്കെ, സൂപ്പർ ഫുഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ ഒരു വിശേഷണമാണ്. സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് ഈ തിനവിളകളെയാണ്. പവർ ഹൗസ് എന്ന് പറയുന്നതും തിനവിളകളെയാണ് കേട്ടോ. പവർ ഹൗസ് എന്ന് പറയുന്നത്. ഇനി ഈ തിനവിളകള് ഭക്ഷിച്ചാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണ്? നമുക്ക് എന്തൊക്കെയാ എന്ന് പറഞ്ഞ ആരെങ്കിലും? തിനവിളകള് മറ്റ് ഇപ്പൊ നെല്ലിനേക്കാളും നമ്മുടെ റൈസിനേക്കാളും ഗോതമ്പിനേക്കാളും ഒക്കെ എന്താണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതാണ്, ഹെൽപ്ഫുൾ ആണ്. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ പറയുന്നേ? കൊഴുപ്പ് അധികം അടങ്ങിയിട്ടില്ലാത്തതിനാലോ? ശരിയാണ്. അതായത് ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തിനവെള്ളകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷ്യധാന്യങ്ങളാണെന്ത്? ഈ ഒരു തിനവിളകൾ എന്ന് പറയുന്നത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ. പിന്നെ നമ്മുടെ റൈസ്, അതുപോലെ തന്നെ ഗോതമ്പിൽ അത്രയും വരുന്നില്ല, എന്നാലും ഉണ്ട്, അതിന്റെ അംശമുണ്ട്. റൈസിലാണ് ഏറ്റവും കൂടുതൽ എന്ത് വരിക? ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് എന്ത് ചെയ്യും? ഇത് അലിയും. അങ്ങനെ നമ്മുടെ രക്തത്തിൽ എന്ത് കൂട്ടും? ഷുഗറിന്റെ അളവ് അല്ലേ? അതായത് ആ ഒരു പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന ഒന്നാണ് എന്ത്? ഈ ഗ്ലൈസീമിക് എന്ന് പറയുന്നത്. അപ്പോ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങളാണ് ഈ നെല്ലും അല്ലെങ്കിൽ ഗോതമ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നെല്ല്, റൈസ് എന്തായാലും ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതാണ്. ഗോതമ്പിൽ എന്തായാലും അരിയുടെ അത്ര എന്ത് വരുന്നില്ല? ഗോതമ്പില് ഇല്ല. അപ്പൊ ഈ രണ്ട് ഭക്ഷണങ്ങളെക്കാളും ഏറ്റവും കുറവ്, അതായത് നമ്മുടെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ തന്നെ എന്താണ് അത് നമ്മുടെ
ഈ തിനവിളകൾ നമ്മള് ഭക്ഷണമായിട്ട് കഴിച്ചാല് നമ്മുടെ രക്തത്തില് പെട്ടെന്ന് അരിച്ച് എന്ത് ചെയ്യില്ല, ഷുഗർ ലെവല് കൂട്ടാത്ത ഭക്ഷണങ്ങളാണ് എന്ത് ഈ ഒരു എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും അല്ലെ. ഉച്ചയ്ക്കായാലും രാത്രി ആയാലും ഇപ്പൊ രാവിലെയൊക്കെ ചോറ് കഴിക്കുന്നവരുണ്ടാകാം. ചോറ് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും, നമുക്കൊരു ആലസ്യം വരും. അതെന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ രക്തത്തിലോട്ട് അരിഞ്ഞിട്ട് ഷുഗർ ലെവൽ കൂട്ടുന്നതുകൊണ്ടാണ്. ഇനി അതിന് പകരം ഈ ഒരു ഭക്ഷണമാണ് നിങ്ങൾ, തിനവിളകളാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യില്ല, പെട്ടെന്ന് രക്തത്തിലോട്ട് അലിയില്ല. നമ്മുടെ വയറ് ഫില്ലായിട്ടുള്ളൊരു തൃപ്തി നമുക്ക് ഉണ്ടാകും. നമുക്ക് ഉറക്കമോ അങ്ങനെയുള്ള ക്ഷീണങ്ങളോ ഒന്നും വരില്ല. അതുകൊണ്ടാണ് കൂടുതലും ഡോക്ടർമാരും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഈ തരത്തിലുള്ള മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഫുഡ് പ്ലാനിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് പറയുന്നത്. ചോറിന് പകരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വെയിറ്റ് കുറയുകയും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, കൂടുതൽ ഉത്സാഹത്തോടെ നമുക്ക് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ സാധിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ പഠിക്കുന്ന ആളുകളല്ലേ, എല്ലാവരും പഠിക്കുന്ന ആളുകളാണ് അല്ലെ. ചോറ് തിന്നിട്ടൊക്കെ നിങ്ങളൊന്ന് പഠിക്കാനിരുന്ന് നോക്കിയേ, എന്തായാലും ഉറക്കം വരും. അപ്പൊ ഇപ്പൊ പരീക്ഷയോടൊക്കെ അടുക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് കൂടുതൽ ന്യൂട്രീഷ്യസ് ആണ്. അതുകൂടാതെ ഉറക്കത്തെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇതാണ് പറയുന്നത്, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷ്യധാന്യങ്ങളാണ് തിനവിളകൾ എന്ന് പറയുന്നത്. ഇനി ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തിനധാന്യങ്ങള് മികച്ചതാണ്. ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾക്ക് എന്താണ്, അത് ഡയബറ്റിക്സ് വരും, കൊളസ്ട്രോൾ വരും, BP വരും അല്ലെ. പിന്നെ അതുപോലെ തന്നെ തൈറോയ്ഡ് വരും, ക്യാൻസർ വരും. ഇതൊക്കെ എന്തൊരു എക്സാമ്പിൾ ആണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെ, ജീവിതശൈലി രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോ ഇതിനെയൊക്കെ, അതായത് ഇതിനൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനൊക്കെ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതൊന്ന് പ്രിവെന്റ് ചെയ്യാനൊക്കെ എന്തിനു സാധിക്കും, ഈ ഒരു തിനവിളകൾ അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ കൊണ്ട് സാധിക്കും. ഓക്കെ, ലോകത്തെ ഏറ്റവും കൂടുതൽ തിനരാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അല്ല, തിനവിളകള് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ തിനവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും എന്താണ്, നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പുറത്തെ ജങ്ക് ഫുഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക അല്ലെ. ഈ ഇതൊന്നും എന്ത് ചെയ്യാറില്ല, നമ്മൾ ചെയ്യാറില്ല. ഇതൊന്നും മേടിച്ച് മെനക്കെട്ടൊന്നും ഉണ്ടാക്കി നമ്മൾ തിന്നാനായിട്ട് കൂട്ടാക്കാറില്ല. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ തിനവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഇനി ലോകത്തില് മൊത്തം തിനവിളകൾ കൃഷി ചെയ്യുന്നതിന് 40% കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ് ലോകത്തിലെ ടോട്ടൽ നോക്കുമ്പോൾ 40% എവിടെയാണ് കൃഷി ചെയ്യുന്നത് തിനവിളകള്? നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിനധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഞങ്ങൾ പഠിച്ചിട്ടില്ലേ രാജസ്ഥാനിൽ എന്തുകൊണ്ടാണ്? ഞാൻ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടില്ലേ, ബജ്റ, ജോവർ, റാഗി. ഓർക്കുന്നുണ്ടോ? മറന്നുപോയോ? ദീപ്തി, നൗസിയ? വെള്ളം കുറച്ച് വെള്ളം കുറച്ച് വെള്ളത്തിന്റെ വെള്ളം കുറച്ചു മതി. വെള്ളം കുറച്ചു മതി. ആ രാജസ്ഥാന്റെ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. വെള്ളം ഇതിന് കുറച്ചു മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചെറുധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇനി 2023 പ്രത്യേകത എന്തായിരുന്നു? 2023 ചെറുധാന്യ വർഷം അല്ലെ. ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയിട്ടാണ് ആഘോഷിച്ചത് അല്ലെ, ആചരിച്ചത്. അതായത് ഇന്ത്യയുടെ തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഐക്യരാഷ്ട്ര സംഘടന UNO ഈ ഒരു മില്ലറ്റ് ഇയർ ആയിട്ട് 2023 എന്താ പറയാ ആചരിച്ചത്. ഇത് ഏത് സമയം എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ തിനധാന്യങ്ങളുടെ ഇമ്പോർട്ടൻസ് ആളുകൾക്ക്, ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ ഒരു എന്താണ്, അത് കഴിക്കുന്നുണ്ടുള്ള മെച്ചം, അങ്ങനെയുള്ള അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മില്ലറ്റ് ഇയർ ആയിട്ട് 2023 ആചരിച്ചത്. ഇനി മണിച്ചോളം എന്നറിയപ്പെടുന്ന തിനധാന്യം, മണിച്ചോളം എന്നറിയപ്പെടുന്ന തിനധാന്യമാണ് ജോവർ. കേട്ടോ, മണിച്ചോളം എന്നറിയപ്പെടുന്ന തിനധാന്യമാണ് ജോവർ. ഇനി വേറൊരു പേരുണ്ട്, പവിഴച്ചോളം എന്നറിയപ്പെടുന്ന തിനധാന്യം. അത് ജോവർ അല്ല, ബജ്റയാണ്. ഓക്കെ,
അപ്പൊ മണിച്ചോളം എന്നറിയപ്പെടുന്നത് ജോവർ ആണെങ്കിൽ പവിഴച്ചോളം എന്നറിയപ്പെടുന്നത് ബജ്റയാണ്. മണിച്ചോളം എന്താണ്? മണിച്ചോളം ജോവർ ജോവർ പവിഴച്ചോളം ആണെങ്കിലോ ബജ്റ. ബജറ ബജ്റ. വജ്ര ഇനി ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്നത് എന്താ? ഫിംഗർ മില്ലറ്റ് റാഗി കേട്ടോ. ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്നത് റാഗിയാണ്. അപ്പൊ മണിച്ചോളം ജോവർ, പവിഴച്ചോളം ബജ്റ, ഫിംഗർ മില്ലറ്റ് റാഗി. ഇപ്പൊ 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പഠിച്ചില്ലേ? മണിച്ചോളം ജോവർ, പവിഴച്ചോളം ബജ്റ, ഫിംഗർ മില്ലറ്റ് റാഗി. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ലിറ്റിൽ മില്ലറ്റ്. ഏതാണ് ലിറ്റിൽ മില്ലറ്റ്? ഏതായിരിക്കും? ചാമി ലിറ്റിൽ മില്ലറ്റ് ഏതായിരിക്കും? ചാമയാണ് കേട്ടോ. ലിറ്റിൽ മില്ലറ്റ് ചാമ. ഓക്കെ, ലിറ്റിൽ മില്ലറ്റ് ചാമ. ഫിംഗർ മില്ലറ്റ് ഏതായിരുന്നു? റാഗി റാഗി. ലിറ്റിൽ മില്ലറ്റ് ചാമ. ഓക്കെ, ചാമ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ചാമ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ. ചാമ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇനി മില്ലറ്റ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് ജില്ലയാണെന്ന് അറിയാം നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? കറണ്ട് അഫയറിൽ വരുന്നതാണ് കേട്ടത്. മില്ലറ്റ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് അട്ടപ്പാടിയിലാണ്, പാലക്കാട് ജില്ല. ഓക്കെ, മില്ലറ്റ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് അട്ടപ്പാടി, പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിനവിളകൾ കൃഷി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് അറിയാമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിനവിളകൾ കൃഷി ചെയ്യുന്നത് പാലക്കാട്. വർഗീസ് കമന്റ് ചെയ്ത് പാലക്കാടാണ് കേട്ടോ. അപ്പോ മില്ലറ്റ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിനവിളകൾ കൃഷി ചെയ്യുന്നത് പാലക്കാടാണ്. ഓക്കെ, ഇനി ആ ഭാഗത്തെ ജനങ്ങളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. അതായത് ഈ മില്ലറ്റ് ഇയർ പദ്ധതി ഉണ്ടല്ലോ, മില്ലറ്റ് ഗ്രാമം പദ്ധതി ഉണ്ടല്ലോ, അത് നടപ്പിലാക്കുന്നതിന് പിന്നില് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള പട്ടപ്പാടി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ആദിവാസി ഊരുകളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവിടെയുള്ള ജനങ്ങളുടെ എന്താ പറയാ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി എന്തിനുണ്ട്? ഈ ഒരു മില്ലറ്റ് ഗ്രാമം പദ്ധതിക്ക് ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ ഒരു ഇത് കൃഷി ചെയ്യുന്നതും പാലക്കാടാണ്. ഇനി 2023 തിനവിളകളുടെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തിന് 2023 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അതായത് തിനവിളകളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. 2023 പത്മശ്രീ ജേതാവായിട്ട് മാറി. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയാം? അതും കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നൗസിയ കേട്ടിട്ടുണ്ടോ മോളെ? നൗസിയ ഇല്ല, കേട്ടിട്ടില്ല അല്ലെ? ഓക്കെ, അതായത് ഈ തിനവിളകളെ പ്രചരിപ്പിക്കാനായിട്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രചാരകനായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തിന് 2023 രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ഖാദിർ അലി. ഖാദിർ അലി എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ നിങ്ങള്? 2023 പത്മശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 2023 2024 പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഇതൊക്കെ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനിട്ടാ. ഓക്കെ, 2023 2024 2 വർഷങ്ങളിലെ ചോദിക്കാം. 2024 ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, ജൂൺ വരെയുള്ളത് മസ്റ്റ് ആണ്. ഓക്കെ, ജൂൺ കഴിഞ്ഞ് നമ്മൾക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ഔട്ട് ഒരു ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടാവും. 2023 2024 ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്തായാലും നോക്കി വെക്കാം.
അപ്പൊ ഖാദർ അലി എന്ന് പറയുന്ന ആളാണ് ഈ ഒരു മില്ലറ്റിന് വേണ്ടി, അതായത് ഈ ഒരു തിനകളോടെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാള്. 2023 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. അദ്ദേഹത്തെ പറയുന്നത് മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഖാദർ അലിയാണ്. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഖാദർ അലി ആണ്. ഓക്കെ, ഇനി ഈ ഖാദർ അലിയെ പോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് PV സതീഷ്. ഓക്കെ, പേര് എളുപ്പമാണ് അല്ലെ. PV സതീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2023 മാർച്ചില് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. 2023 മാർച്ചിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്, ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഓക്കെ, ഇത് സ്ഥാപിച്ചത് ആരാണ്? PV സതീഷാണ്. ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഇതും എന്തുമായി ബന്ധപ്പെട്ടതാണ്? മില്ലറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. മില്ലറ്റിന്റെ പ്രചാരണത്തിന് വേണ്ടി നിലവിൽ വന്നൊരു സംഘടനയാണ് എന്ത്? ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി. അത് സ്ഥാപിച്ചത് PV സതീഷ് ആണ്. ഇദ്ദേഹം 2023 മാർച്ചില് മരണപ്പെടുകയുണ്ടായി. ദെൻ ഒരു ആസ്ഥാനം നമുക്ക് പഠിക്കാനുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ലോക നെല്ല് ഗവേഷണ കേന്ദ്രം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മില്ലറ്റ് റിസർച്ചിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഹൈദരാബാദ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ, ആരാണ് തിനവിളങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചത്? മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരെയാണ്? മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ ഖാദർ അലി. ഖാദർ അലിയെയാണ് അല്ലെ. ഏത് വർഷമാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്? 2023 പത്മശ്രീ പുരസ്കാര ജേതാവാണ്. ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപിച്ചത് PV സതീഷ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഹൈദരാബാദ്. ഓക്കെ, മില്ലറ്റ് ഗ്രാമം പദ്ധതി, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മില്ലറ്റ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് പാലക്കാട് അട്ടപ്പാടി. ഹൈദരാബാദ്. ലിറ്റിൽ മില്ലറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ലിറ്റിൽ മില്ലറ്റ് പാലക്കാട്. ചാമ. ഓക്കെ, ചാമ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് അല്ലെ. ഇനി ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്നത് റാഗി. ഫിംഗർ മില്ലറ്റ് റാഗി. റാഗി. പവിഴച്ചോളം എന്നറിയപ്പെടുന്നത് ബജറ. ബജറ. മണിച്ചോളം എന്നറിയപ്പെടുന്നതോ ജോവർ. 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 ഓക്കെ, ജോവർ. ജോവർ. ഓക്കെ, ജോവർ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ഗോതമ്പ്, നെല്ല്, ചോളം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ, എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്ക് പ്രകാരം 2022-23 കണക്ക് പ്രകാരം
ഇവയുടെ ഉൽപാദനത്തിന്റെ ശരിയായ സ്ഥാനം എഴുതുക. ഇവയുടെ ഉൽപാദനത്തിന്റെ ശരിയായ സ്ഥാനം എഴുതുക. എന്നിട്ട് ഒരു സൈഡിൽ സ്ഥാനം എന്ന് എഴുതാം. അതിന്റെ നേരെ തന്നെ ഭക്ഷ്യവിളകൾ എന്ന് എഴുതാം. ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ടേബിൾ വരയ്ക്കണമെന്നില്ല, സ്ഥാനത്തിന് നേരെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ആദ്യത്തേതിൽ സ്ഥാനം എന്ന് എഴുതുക, അതിന് നേരെ തന്നെ ഭക്ഷ്യവിളകൾ എന്ന് എഴുതുക. എന്നിട്ട് ഒന്നാമത്തതില് ഒന്നെന്ന് എഴുതിയിട്ട് സ്ഥാനത്തില് ഒന്നെന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ നേരെ ഭക്ഷ്യവിളകളില് എ എന്ന് എഴുതി ഗോതമ്പ് എന്ന് എഴുതാം. എ എന്ന് എഴുതി ഗോതമ്പ് എന്ന് എഴുതാം. സ്ഥാനത്തില് ഒന്നെന്ന് എഴുതാം. എന്നിട്ട് ഭക്ഷ്യവിളകളില് എ എന്ന് എഴുതാം. അവിടെ തന്നെ ഗോതമ്പ് എന്ന് എഴുതാം. ഇനി സ്ഥാനം 2, ഒന്നിന്റെ താഴെ 2 എഴുതുക. അതിന് നേരെ ബി എന്ന് എഴുതാം. ഭക്ഷ്യവിളകളിൽ ബി എന്ന് എഴുതിയിട്ട് നെല്ലെന്ന് എഴുതാം. ബി എന്ന് എഴുതുക, ദെൻ നെല്ലെന്ന് എഴുതാം. ദെൻ 3 സി എഴുതുക, ചോളം. ദെൻ 3 സി എഴുതുക, ചോളം. ഇനി നാലാമത്തതില് ഡി എഴുതുക, പയറ് വർഗ്ഗങ്ങള്. ഡി എഴുതുക, പയറ് വർഗ്ഗങ്ങള്. ഓക്കെ, അപ്പൊ 1 എ ഗോതമ്പ്, 2 ബി നെല്ല്. ഞാനിപ്പോ എഴുതിയിരിക്കുന്ന ഒരു ക്രമം ഉണ്ട് പറഞ്ഞു തരുന്നേ. 3 സി ചോളം, 4 ഡി പയറ് വർഗ്ഗങ്ങൾ. ഇനി അതിനെ ആ ഒരു 2022-23 ആ ഒരു കണക്കുകൾ പ്രകാരം അതിന്റെ ആ ഒരു ഉത്പാദനത്തില് ആദ്യം ഫസ്റ്റ് ഏതാണ്, സെക്കൻഡ് ഏതാണ്, തേർഡ് ഏതാണ്, ഫോർത്ത് ഏതാണെന്ന് എഴുതണം. ഓപ്ഷൻ ഒന്നും തരുന്നില്ല, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ പറയുക കേട്ടോ. ഏതാണ് ശരിയായിട്ട് വരിക? ആദ്യത്തെ സ്ഥാനം എന്തിനായിരിക്കും? നെല്ല്, ഗോതമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ. നെല്ല്, ഗോതമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ. അതാണ് എന്ത് വരുന്നത്? പയറുവർഗ്ഗങ്ങൾ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ ഇതിനൊരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്. ഇത് തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എടുത്തത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഒരിക്കലും മാറിപ്പോകരുത്. റാബിയും ഖാരിഫും തമ്മിൽ മാറിപ്പോകാതെ തന്നെ. പിന്നെ വിളകളെ കുറിച്ചിട്ട് പഠിക്കാം. 2-3 പോയിന്റ്സ് കറന്റ് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. മനസ്സിലായി. Thank you, Miss.